ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം സന്ധ്യ ഷെയറാണേ. ഞാനൊരു കൂട്ടം കാര്യം കാണിക്കാവേ. രണ്ടടേ കണ്ടോ മുന്തിരിക്കുട്ട നിൽക്കുന്ന കണ്ടോ? ഒരെണ്ണം പറിച്ച കുഴപ്പമുണ്ടോ ദൈവമേ? കണ്ടില്ല. കണ്ടോ മുന്തിരിങ്ങക്കുട്ട നിൽക്കുന്ന കണ്ടോ? കണ്ടോ? വേണ്ടേ രണ്ടടേ കണ്ടോ? വേണ്ട ഒരു കുഞ്ഞൊരെണ്ണം നിൽക്കുന്നത് വേണ്ടേ? കണ്ടോ 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 കണ്ടോ? മുന്തിരിങ്ങക്കുട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. ഇതൊരു കണ്ടോ, ഒരു ഗാർഡനാണേ. ദൈവമേ, മുന്തിരിങ്ങ വായിലോട്ട് വെക്കുന്ന ആരെങ്കിലും കണ്ടോ? കണ്ടാ പിടി ഓടും. ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു കണ്ടോ, ഞാൻ മുന്തിരിങ്ങ ചെടിയുടെ ചുവട്ടിലിങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള മുന്തിരിങ്ങകൾ ഇവിടെ നിൽപ്പുണ്ട്. ആണോ? രണ്ടടേ കണ്ടോ, ഉണ്ടായി വരുന്നു. കണ്ടോ കണ്ടോ കണ്ടോ? പല വെറൈറ്റി ഓഫ് പ്ലാന്റ്സസ് ആർ അവൈലബിൾ. എന്താ മുന്തിരിങ്ങയ്ക്ക് മധുരമുണ്ട്. എൻ്റെ വ്ളോഗിനകത്ത് നീയും വരും, ഓർത്തോണം കേട്ടോ. മര്യാദയ്ക്ക് നീ നിന്നില്ലെങ്കിൽ അവൾ ചോദിക്കുന്നു മുന്തിരിങ്ങയ്ക്ക് മധുരമാണോ പുളിയാണോ? വേണം, ഒരെണ്ണം വേണേ ഞാൻ പറിച്ചു തരാം, നോക്കണേ. നമ്മളത് കാണുമല്ലേ, അപ്പം ഒരെണ്ണം ഇങ്ങനെ ഇങ്ങനെ ഉണ്ടൊരു സെക്യൂരിറ്റി വരുന്നുണ്ട്. കണ്ടോ, അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ദൈവമേ, അങ്ങനെ മുന്തിരിങ്ങ കണ്ടോ. പല പ്ലാന്റ്സാണ് ഇവിടെ ഉള്ളത്, പലതരത്തിലുള്ള പ്ലാന്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉണ്ട് മുസാണ്ട, പണ്ടത്തെ മുസാണ്ടയാണിത്. നമ്മുടെ കണ്ണിന് വളരെ ഭംഗിയേറുന്ന പല പല ടൈപ്പ് പ്ലാന്റ്സാണ് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ഭാഗ്യം, പുള്ളി അങ്ങോട്ട് പോവുക. എന്നാ വല്ലവരും തരുന്നത് കണ്ടോ? വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് മുന്തിരിങ്ങ. കണ്ടോ, ചെടികളുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ചെടി വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാ. കേട്ടോ, എടാ ഇത് ഏത് ചെടിയാണ്? എന്തൊക്കെയോ ചെടികൾ നിൽക്കുന്നു. ഇതെന്തോ സംഭവം നോക്കട്ടെ. അയ്യോ, ഇത് എന്തോന്നറിയോ, നമ്മുടെയൊക്കെ വീട്ടിൽ എന്നാണ്ടേ. എടാ ഇത് നോക്കിക്കടാ, ഇതാ പാറു വേണ്ടേ, ഇതൊന്ന് മണപ്പിച്ച് നോക്കി. നമ്മളില്ലേ പാരിജാതം എന്നൊക്കെ പറയുന്ന സംഭവം, എന്തോടാ അതിൻ്റെ പ്ലാന്റ്സിൻ്റെ പേരെന്തോ? പാങ്കിലാങ്കി, ഇതൊക്കെ പേരോ ആവോ ഇതിൻ്റെയൊക്കെ പേര്? എന്നിട്ട് മണപ്പിച്ച് നോക്കിയേ. ഞങ്ങളുടെ അപ്പച്ചിയുടെ അങ്ങ് നിൽക്കുന്ന ഇത്തരം ശരിയല്ലേ? ഇതിനെന്ത് പറഞ്ഞ പാരിജാതം എന്നല്ലേ അല്ലേ? പക്ഷേ ഇതിന് പറഞ്ഞ ഇതിനകത്തിലിട്ടേക്കുന്നേ പാങ്കിലാങ്കി നോക്കി. അല്ല, ലാങ്കിയാണോ പാങ്കിയോ? ലാങ്കി അല്ലേ, ലാങ്കി. ഗന്ധരാജ്, നമ്മുടെ വേലിക്കൊക്കെ നിൽക്കുന്ന ഗന്ധരാജനെ പിടിച്ചിട്ടിട്ടേക്കുന്ന പേര് നോക്കിയേ, ഗന്ധരാജ്. പല വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. മുല്ല, ദൈവമേ, മുല്ലമുട്ട് കണ്ടോ? നമുക്ക് ഈ മുല്ലമുട്ടെല്ലാം കൂടെ പറിച്ചാൽ നാളെ കെട്ടി തലേ വെക്കാമായിരുന്നടാ. നീ ഒന്ന് നോക്കിക്കേ, കൊണ്ടോളൂ. ഉണ്ടോ മുല്ലപ്പൂ എടുക്കുന്നുണ്ടോ? ഉണ്ടോ?
ഇത്രയും കൂടെ പറിച്ചായിരുന്നെങ്കിൽ തല വെക്കായിരുന്നു. നാളെ തലേ വെക്കാം. നിങ്ങൾ നോക്കി ഇതിനകത്ത് നല്ല 2 മുല്ല എടുക്കും, വേറെ മുട്ടുള്ള നല്ല ശിഖരങ്ങളുള്ളതാണ്. ഇതോ വളർന്നല്ലേ ഉള്ള 30 രൂപയാണ് വില. കൊണ്ട് നടാം. ഞാനിവിടെ നോക്കൂ. കുറ്റിമുല്ലേ ആ അത് നല്ലതായിട്ട് പൂടിക്കും ഇല്ലയോ? എൻ്റെ മൂക്ക് തലേ വെക്കാം. ഒരെണ്ണം കൂടെ എടുത്തു. കുറ്റിമുല്ല നല്ല ആരോഗ്യമുള്ള ഒരെണ്ണം എടുത്തു. കണ്ണി പിടിക്കുന്നില്ലല്ലേ? മുന്തിരിങ്ങയുടെ അവശിഷ്ടം. സൂപ്പർ. അത് രണ്ടും എനിക്ക് എടുക്കാനൊക്കെ അറിയാം. അപ്പം അത് രണ്ടും എടാ അതിങ്ങോട്ട് മാറ്റി വെക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വരുമ്പോഴത്തേന് ആരെങ്കിലും എടുത്തോണ്ട് പോകും. പോരെ? രണ്ട് ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചായിരുന്നു 2 എണ്ണം. ആ വലുതാവും, നല്ല ഭംഗിയായി ഈ ഇത് നിൽക്കുന്നതാണ്. ആ ഇത് കണ്ടോ, എന്തോ എൻ്റെ പേര്? എടാ ഇവൻ്റെ പേരൊക്കെ ഉണ്ടോ ഇവിടെ? എന്തോ പോയിൻസെറ്റിയ ആണോ? പോയിൻസെറ്റിയ ഇംഗ്ലീഷ് ശൈലി പറയണം. നമ്മൾ പോയിൻസെറ്റിയ എന്ന് പറയുന്നത് പുതിന പോട്ട്, അതായത് പുതിനയില ഞാൻ തോന്നുന്നത് അല്ലേ? പുതിന പോട്ട് അല്ലേ? ആമ്പൽ 300 രൂപ ആമ്പലിനുള്ള. അതില്ല, എനിക്ക് തോന്നുന്നു അണ്ടത്തിനകത്തേക്ക് കിടക്കുന്ന ആമ്പലാണ്. തെറ്റിയുള്ളല്ലേ മോളെ? ഈ മഞ്ഞ തെറ്റിയുള്ളായിരുന്നേ. ഇത് എത്ര രൂപയുടെ വില? 225. എത്ര? 225. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടുക. ഇത്രയൊക്കെ വിലയുള്ളത്. സീനിയൊക്കെ കൊള്ളാം. എനിക്ക് വയലറ്റ് കളറിലെ പൂ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലേ? പക്ഷേ അതിനെത്ര വില? അതിനെത്ര വില നോക്കിയടാ. ഇതൊക്കെ നമ്മൾ വെക്കുമ്പോഴേ 70. ഇതൊക്കെ വെക്കുമ്പോഴേ നമ്മുടെ അയലത്ത് വീട്ടുകാരൊക്കെ വന്നത് കാണുമ്പോഴേ എന്തുവാ അതിൻ്റെ പേര്? അപ്പം നമ്മൾ എന്തോ കൊടുക്കുമെന്നറിയോ? വായി എന്തോടാ? ഖലാൻചോ ഓർഗ്. ഖലാൻചോ എൻ്റെ പേരാണേ, ഖലാൻചോ. പക്ഷെ കൊള്ളാം അല്ലേ? ഇത് പക്ഷെ ചെടിച്ചട്ടിക്കകത്തിലൊക്കെ വെച്ചാൽ സൂപ്പറായിരിക്കും അല്ലേ? അതെ. ഈ കളാഞ്ചോ ഒക്കെ വീട്ടിൽ ഇത്രയും രൂപയ്ക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ശാന്തമ്മയമ്മ എന്നെ അടിച്ച്. ഞാനെങ്ങനെയെന്നറിയോ, ഇപ്പം 400 രൂപയുടെ സാധനമാണെങ്കിൽ ഞാൻ അമ്മ എടുക്കുക ചെന്ന് പറയും 100 രൂപയാന്ന് പറയും. അല്ലെങ്കിൽ അമ്മ അങ്ങ് വഴക്കിന് വരും. അയ്യോ, ചെമ്പരത്തിയൊക്കെ ഒടിഞ്ഞ് താഴെ പോകും. മറ്റേ ചേട്ടനില്ലേ വന്നൊന്ന് നമ്മളെയും കൂടെ ഒന്ന് പരിഗണിക്കാൻ പറ. എടാ നമ്മൾ കണ്ട ആ ടൈപ്പ് തന്നെ സംഭവം ഇത് ഉണ്ടോ? എനിക്കൊന്ന് ഇവിടെ എല്ലുപൊടിക്കൊക്കെ ഭയങ്കര വിലക്കുറവ്. എൻ്റെ അകത്ത് കയറാൻ പറ്റുമല്ലോ വീഡിയോ എടുക്കാൻ. ആരാ? എന്നോടാണോ? കണ്ടോ, നമ്മൾ ഒരു ഊട്ടി പോയ പ്രതീതി അനുഭവപ്പെടുന്നുണ്ടോ? ഇതിൻ്റെ ഒരു പൂ അടിച്ചു മാറ്റിയായിരുന്നെങ്കിൽ പായ കിളിച്ച്. സൂപ്പർ. ഇതൊക്കെ നമ്മുടെ അയ്യത്ത് നിൽക്കുന്ന റോഡിൽ നിൽക്കുന്നതൊക്കെ ചെടികളുണ്ട് ഇല്ലയോ? ചേട്ടാ ഇങ്ങോട്ട് നോക്കിയാ, ചേട്ടൻ ഇനി നാളെ മുതൽ വ്ളോഗിൽ അങ്ങ് പെടുക. പിന്നെ അല്ലാതെ രണ്ട് ഈ ചേട്ടനെ വന്ന്
സമീപിച്ചാൽ മതി, നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ. പോരെ? ആരാന്നോ? ഞാൻ യൂട്യൂബിനകത്ത് ഇടാൻ പോവാ ചേട്ടനെ. എല്ലാവരും ഞാൻ ഇതിനകത്ത് കാണിച്ചതാ, വീഡിയോക്കകത്ത് കാണിച്ചേ. ഞാനിതൊക്കെ എടുത്തേ. ചേട്ടാ ഇതിനൊന്നും വില കുറവില്ലയോ? ഒരു വില ഫിക്സ് ചെയ്തിട്ട് തരുന്നത്, നമ്മൾ അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. കമ്പനി ഫിക്സ് ചെയ്ത് തരുന്ന വില. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഒത്തിരി. എനിക്കിഷ്ടപ്പെട്ട ഏതാണെന്ന് അറിയാം ചേട്ടാ, അതുകൊണ്ട് ഇല്ല നിൽക്കുന്ന ആ ചെടി കൊണ്ട്. അത് കണ്ടോ? നീല. ആ 500 രൂപ. പക്ഷെ അതിൻ്റെ ചെറുതില്ലേ തൈകൾ? ഇല്ലില്ല. അപ്പം ഞങ്ങളെ പോലുള്ള പാവത്തുങ്ങൾ വരുമ്പം ഇല്ലയോ ചേട്ടാ? സാധാരണ അങ്ങനെയും കൂടെ വേണ്ടേ? ചെടിയെ സംബന്ധിച്ച് ധാരണയുള്ള ആളുകൾ ആ പെണ്ണുങ്ങൾ ഇവിടെ. ഇത് കിഴങ്ങിൽ നിന്ന് കിളിക്കുന്ന ബഡ് ചെയ്തതല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കിളിക്കുമെന്ന് നമുക്ക് കാര്യം സംശയമില്ല. ബഡല്ല, ഡാലിയാണ്. ഏത് ഈ ജമന്തിയാണോ ചേച്ചി? ആ ജമന്തിയാണോ? ഇതെല്ലാം കിഴങ്ങിൽ നിന്ന് കിളിച്ചു വരുന്നത്. അത് ബെന്തി ഇതാണോ? ഇത് ചേച്ചി വലുതാവോ ഈ ജമന്തി? ഇത് ഇല്ല, ഇതിങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. പിന്നെ ഏതാ ജമന്തിയുടെ കാര്യം പറയില്ല? വെള്ള വെള്ളയായിരിക്കും അല്ലേ? അല്ല ജമന്തി ഇതാ. അത് മാറ്റി വെച്ചോ നേരം? മാറ്റി വെച്ചപ്പോൾ വലുതായോ? വലുതാവോ ചേട്ടാ? മാറ്റി വെക്കാം, റീപോർട്ട് ചെയ്താൽ കുറേ തിങ്ങി വരുമ്പോൾ കുറച്ചൊക്കെ റീപോർട്ട് ചെയ്ത് കൊടുക്കുന്നതല്ല. ഇത് ആരാ? നമ്മുടെ കൊച്ച യൂട്യൂബിലുള്ളതാണ്. പിന്നെ ഞങ്ങളെല്ലാം യൂട്യൂബേഴ്സ് ആണല്ലോ. ആണോ? യൂട്യൂബേഴ്സ് ആണ്. നാണം വരരുതെന്നാ പറയുന്നത്. യൂട്യൂബർമാർ ഇത് നാണം പാടില്ല. ഇത് മണ്ണിനകത്ത് വെച്ചാൽ കിളിക്കുവോ? എന്തിനാ മണ്ണ് വെക്കാൻ വന്നത്? മുട്ടുണ്ട്, പക്ഷേ എനിക്കിതങ്ങോട്ട് ഇത്ര വിശ്വാസമല്ല. മഴയൊക്കെ ആകുമ്പോൾ ഇതങ്ങ് പോവിടാ, മനസ്സിലായി? പിന്നെ വെള്ള ജമന്തി വെള്ള കുഴപ്പമില്ലെന്ന് തോന്നിയില്ലേടാ? ഉള്ളതാ. രസമുണ്ട്. പൈസയും അതുപോലാണ്. അല്ല അവിടെ നമുക്ക് റോസയും കൂടെ കാണാം. ബാ, അവിടെ ഒത്തിരി എടുക്കും. ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകം ഇതിനെ സംരക്ഷിക്കാനായിട്ടേ. ഇത് നമുക്ക് ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നത് കാണാം. ഓറഞ്ച് പല പല വൃക്ഷത്തൈകളാണ് നിൽക്കുന്നത്. എടാ ആ പ്ലാന്റ് ഞാൻ വാങ്ങിച്ചായിരുന്നു. അത് 2 എണ്ണം കേട്ടോ. അത് ഒരു നീല പൂ പിടിക്കുന്നതാണ്. ഉണ്ട്, അത് സൂപ്പർ. അത് കാണാൻ അതിലെ ക്രിസ്മസ് ട്രീ പോലെ. ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ച് വീട്ടിൽ വെച്ച് ഇന്നാളി വന്നപ്പോൾ. അത് നിൽക്കുന്ന മാങ്ങ കണ്ടു. മൂവാണ്ടൻ മാങ്ങ. ഇനി നമുക്ക് കാണാൻ റോസ ചെടികൾ. ഉരുണ്ട് താഴെ വീണേനെ. ഏത്? ഇതിന് 50 രൂപയ്ക്ക് ഞങ്ങൾ ഓച്ചറയിൽ നിന്ന് വാങ്ങിച്ചത്. 50 രൂപയ്ക്ക് ബാംഗ്ലൂരേ. ഇതിന്റെ വില എത്ര? നമ്മൾ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ റേറ്റ് ഇവിടെ കൊടുക്കുന്നത്. ഉദ്ഘാടനം കഴിയുമ്പോഴോ? ഉദ്ഘാടനം കഴിയുമ്പോൾ ഈ റേറ്റ് ആയിരിക്കും, കുറച്ചുകൂടെ മാറാം. ഇത് കോമ്പോയും മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഇത് കാര്യം വരുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ ഈ റേറ്റിന് കൊടുക്കരുതെന്നാണ് പറയുന്നത്. ആരാ ചേട്ടാ ഇത്ര പറയുന്ന വിശാലം? ഈ സാധനം പിന്നെ കച്ചവടക്കാർ വരും, മനസ്സിലായില്ലേ? കച്ചവടക്കാർ വരുമ്പോഴത്തേക്ക് അവര് പിന്നെ ഈ റേറ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ ഒരുമിച്ച് എല്ലാവരും കൂടി ഇത് കൂട്ടിക്കെട്ടേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത്. അത് ശരിയാണ്. പക്ഷെ നമ്മളൊരു
പൊതു സംവിധാനമല്ലേ. പറയടാ ഏതെങ്കിലും വേണം. പൈസ എല്ലാം ശമ്പളത്തിൽ പിടിച്ചല്ലോ. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കണ്ട. എല്ലാം ശമ്പളത്തിൽ പിടിച്ചു. പിന്നെ എല്ലാം വാരി നൂറ്റുവാരി എടുത്തു. സമയമില്ല പറഞ്ഞോ. തീർക്കാറുണ്ട്. ഇതെല്ലാം ഓണറെടുത്ത് മേടിച്ചു എല്ലാം. ഉണ്ടോ ജമന്തി ഉണ്ടോ? ജമന്തി സ്മോൾ ടൈപ്പാണേ, സൂപ്പറാണ്. എനിക്കിനി 2-3 പിച്ചി വേണം. പിച്ചി അത്യാവശ്യം. സൂപ്പർ 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 ഉണ്ടോ? ഇന്ന് ഞാൻ കാരണം നിനക്ക് ഇവിടെ ഇത്രയും കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയതുകൊണ്ട് നാളെ നീ എനിക്ക് എന്തോ വാങ്ങിച്ചു തരുന്ന പെണ്ണെ. പെണ്ണെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കുഴിയാവും. മഞ്ഞ റോസ മഞ്ഞ റോസ മഞ്ഞ റോസ പിങ്ക്. പിടിച്ചാൽ കൊള്ളായിരുന്നു. മഞ്ഞ റോസ ഓക്കെ. വളരെ ഭംഗിയേറിയ കാഴ്ചകൾ കാണാനായിട്ട് സാധിച്ചു. ഇത് സപ്പോർട്ടാണ് എനിക്ക് നമുക്ക്. പെണ്ണുങ്ങളൊക്കെ നിന്ന് ഉണ്ടോ? പെണ്ണുങ്ങളൊക്കെ നിന്ന് കാണാൻ ഉണ്ടോ? സൂപ്പറല്ലേ? സപ്പോർട്ട്. ഇനി അങ്ങോട്ടൊക്കെ ചെടിയുണ്ട്, പക്ഷേ സമയമില്ല അവിടെയൊക്കെ പോകാൻ. അപ്പം ഇത്രയേ ഉള്ളൂ കാഴ്ച. ഇനി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കട്ടെ. ശരിയെന്ന്. ഇവിടെ ചേട്ടൻ നിന്ന് ചിരിക്കുന്ന എന്നെ ഇതൊന്നും പറയാൻ അനുവദിക്കരുത്. അപ്പോൾ ശരിയെന്ന്.